എന്ന് പറയും. ഇവളതും പറയും, അതിനപ്പുറം പറയും. നിന്നോട് ഞാൻ പറഞ്ഞോടി നിനക്ക് ഇവിടുന്ന് ഭക്ഷണം തരില്ലെന്ന്. ഇവളോട് അടുക്കളയൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെയുള്ള എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കുന്നത് ഞാൻ ഒറ്റക്കാം. ദേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടല്ലോ ഭക്ഷണം, ഇവൾക്ക് വേണമെങ്കിൽ എടുത്ത് കഴിക്കാം. അതിനിവളെ ആരും തടയാനൊന്നും പോകുന്നില്ല. അല്ലെങ്കിലും ഒരാളെ പട്ടിണിക്കിട്ട് കൊല്ലുന്ന ശീലമൊന്നും ഞങ്ങളുടെ കുടുംബത്തിനില്ല. അന്നേരം മുകുന്ദൻ ചോദിക്കണേ, അല്ല ആൻറ്റി എന്തിനാ മഞ്ജുവിനോട് അടുക്കള കയറേണ്ടെന്ന് പറഞ്ഞത്? അന്നേരം ഭാനുമതി പറയണേ, ഇവളേക്ക് എങ്ങനെ വിശ്വസിക്കാനാ? ഇവള് ഞങ്ങൾക്കെല്ലാവർക്കും വല്ല വിഷം കലക്കി തരില്ലെന്ന് ആര് കണ്ടു? ഇവളുടെ അച്ഛനൊക്കെ കാരണോ എനിക്കെൻ്റെ ഭർത്താവിന് ഇവരുടെ അച്ഛനെ നഷ്ടപ്പെട്ടത്. അങ്ങനെയുള്ളവർക്കെൻ്റെ മോളെ എങ്ങനെ വിശ്വസിക്കാനാ? ഇവള് പോലീസുകാരിയാണല്ലോ. അപ്പോൾ ആൾക്കാരെ എങ്ങനെ കൊല്ലാമെന്നും എന്നിട്ട് കേസൊന്നുമില്ലാതെ എങ്ങനെ ഊരി പോകാമെന്നുമുള്ള ബുദ്ധിയൊക്കെ ഇവൾക്ക് കാണുമല്ലോ. അതേക്കുമ്പോൾ മഞ്ജു അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുവാണ്. ഈ സമയം ഗിരി ഇടപെടുക. ഗിരി പറയണേ, അതെ നീ ഒന്നും പറയാൻ നിൽക്കണ്ട, കയറി അകത്തേക്ക് പോ. അങ്ങനെ മഞ്ജു കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോകുവാണ്. ഈ സമയം ഗിരി എല്ലാവരോട്ടിട്ട് പറയണേ, ഇവിടെ അമ്മയുടെ വാക്കുകൾ അനുസരിച്ച് മാത്രമേ അവൾക്ക് ജീവിക്കാൻ പറ്റൂ. അതിനെ എതിർത്ത് കഴിഞ്ഞാൽ അവൾ ഈ വീടിന് പുറത്താണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഇവിടെ തുടരണമെന്നുണ്ടെങ്കിൽ അമ്മ പറയുന്നത് അനുസരിക്കണം. അങ്ങനെ പറഞ്ഞ് ഗിരിയും അകത്തേക്ക് പോകുവാണ്. ഗിരിയുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഭാനുമതിക്കും സ്വപ്നക്കൊക്കെ സന്തോഷമാകുന്നുണ്ട്. ഈ സമയം ഭാനുമതി മുകുന്ദനോട് ചോദിക്കണേ, നിനക്ക് ഞാൻ ഭക്ഷണം എടുക്കട്ടെ? അന്നേരം മുകുന്ദൻ പറയണേ, എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട. അന്നേരം ഭാനു പറയണേ, എന്നാൽ ശരി ഞാൻ ചൂടോടെ ഒരു കാപ്പി എടുക്കാം. അങ്ങനെ പറഞ്ഞ് അടുക്കളയിലോട്ട് പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് മഞ്ജുവിൻ്റെ വീടാണ്ടോ. അവിടെ മഹേഷ് പറയുവാണ്, ഇപ്പോൾ ഗിരീൻ്റെ അമ്മ അവിടെ മഞ്ജുവിനെ നിർത്തി പൊരിക്കുന്നുണ്ടാവും. ഇന്നലെ തന്നെ അവരുടെ സ്വഭാവം കണ്ടതല്ലേ. ഒരാളോട് ദേഷ്യമുണ്ടെന്ന് പറഞ്ഞ് സ്വയം കത്തിയെരിഞ്ഞ് തീർന്ന് പക വീട്ടാനൊരുങ്ങിയ സ്ത്രീയല്ലേ. ആ സ്ത്രീ മഞ്ജുവിനെ ഇട്ട് പൊരിക്കുമായിരിക്കും. അല്ലെങ്കിലും അവൾക്ക് അങ്ങനെ തന്നെ വേണം. എനിക്ക് കിട്ടേണ്ട ജോലി അവൾ കൈക്കലാക്കി. ഗവൺമെൻറ് ജോലി ഉണ്ടെന്നുള്ളതിൻ്റെ അഹങ്കാരമായിരുന്നു. എനിക്ക് ഫീസിന് വേണ്ടി തരുന്നത് പിച്ച കാശ് പോലെ അവളെനിക്ക് തന്നുകൊണ്ടിരുന്നത്. എന്താണെങ്കിലും അവളുടെ അഹങ്കാരമൊക്കെ തീർന്നല്ലോ. എനിക്ക് സന്തോഷമായി. അവൾ ആ വീട്ടിൽ കിടന്ന് നരകിക്കും. ഓരോ നിമിഷവും അവളെ പേടിച്ച് ജീവിക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ മഹിമക്ക് ദേഷ്യം വരുവാ. ഡാ നിർത്തടാ, കുറേ നേരമല്ലോ നീ പറയാൻ തുടങ്ങിയിട്ട്. മഞ്ജു ചേച്ചി ഇത്ര നാൾ ഈ വീടിന് വേണ്ടി കഷ്ടപ്പെട്ടു. അതൊന്നും നിന്റെ കണ്ണി കാണില്ലല്ലോ. അമ്മാവ ഇങ്ങനൊരുത്തനാണോ ശ്രുതിയെ കെട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്? സ്വന്തം അച്ഛനോടും പെങ്ങന്മാരോടും കൂറില്ലാത്തവനായി ഇവൻ. ഇങ്ങനെയുള്ള ഒരുത്തിന് ശ്രുതിയെ എങ്ങനെ നോക്കാനാ? കുടിച്ച വെള്ളത്തിൽ പോലും ഇവന് വിശ്വസിക്കാൻ കൊള്ളില്ല. ഇതേക്കുന്ന മഹേഷ് ദേഷ്യം വന്ന് മഹിമയുടെ കരണത്തിട്ടടിക്കുവാണ്. അന്നേരം അമ്മാവൻ, ഡാ നീ എന്തായി കാണിച്ചത് എന്ന് ചോദിക്കുമ്പോൾ മഹേഷ് അമ്മാവനോട് ദേഷ്യപ്പെടുക. ദേ എന്നെ എതിർക്കാൻ വരണ്ട, എൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാമല്ലോ. ഡി ഇനി ഇവിടെ മഞ്ജുവില്ല, ഞാനാ ഉള്ളത്. എൻ്റെ വാക്കനുസരിച്ച് നിൽക്കാൻ പറ്റുമെങ്കിൽ നീ ഇവിടെ നിന്നാൽ മതി, അല്ലെങ്കിൽ നിന്നെ ഞാൻ ചവിട്ടി പുറത്താക്കും. അങ്ങനെ പറഞ്ഞ മഹേഷ് അകത്തേക്ക് കയറി പോകുവാണ്. ഈ സമയം മഹിമ സങ്കടത്തോടെ നിൽക്കുവാണ്. അന്നേരം അമ്മാവൻ വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. ആ സമയം മഹിമ പറയണേ, അവൻ എന്നെ തല്ലിയതിനൊന്നുമല്ല ഞാൻ കരയുന്നത്. മഞ്ജു ചേച്ചിയുടെ കാര്യം ഓർത്തിട്ടാ. ഇന്നലെ മുതലേ മനസ്സിനൊരു സുഖമില്ല. ചേച്ചിക്ക് അവിടെ സന്തോഷമായിരിക്കുമോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് മനസ്സിലാകെ ഒരു ഭയം. അന്നേരം അമ്മാവൻ പറയണേ, അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, മഞ്ജുവിനെ വിളിച്ച് സംസാരിക്കേ, അപ്പം നിനക്ക് ആശ്വാസമാകുമല്ലോ. അങ്ങനെ മഹിമ മഞ്ജുവിനെ ഫോണിൽ വിളിക്കുവാണ്. ചേച്ചിക്ക് അവിടെ സുഖമല്ലേ? ഇന്നലെ രാത്രി മുതൽ എനിക്കൊരു സമാധാനമില്ല. ചേച്ചിയെ അവർ ഉപദ്രവിക്കുക വല്ലതും ചെയ്തോ? അന്നേരം മഞ്ജു പറയണേ, ഇല്ല മോളെ, എനിക്കിവിടെ ഒരു കുഴപ്പമില്ല. ചേച്ചി ഭക്ഷണം കഴിച്ചോ? ആ കഴിച്ചല്ലോ. എന്താ ചേച്ചി കഴിച്ചത്? അന്നേരം മഞ്ജു പറയണേ, അത് പിന്നെ പുട്ടും കടലക്കറി. ചേച്ചിയാണോ ഭക്ഷണം പാകം ചെയ്തത്? ആ അതെ മോളെ, ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത്. ആ സമയം മഹിമ ചോദിക്കണേ, അല്ല അപ്പോൾ ഒരു കുറ്റമൊന്നും പറഞ്ഞില്ലേ? ഒന്നും പറഞ്ഞില്ല മോളെ. നീ ആവശ്യമില്ലാത്ത കാര്യമൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട കേട്ടോ. നാളെ നിനക്ക് ടെസ്റ്റ് ഉള്ളതല്ലേ, അതിനുവേണ്ടി നല്ലപോലെ പഠിക്കണം. എന്നാൽ ശരി മോളെ, ചേച്ചി വെക്കുക. അങ്ങനെ പറഞ്ഞ് കോള് കട്ടാക്കുവാണ്. ഈ സമയം മഞ്ജു സങ്കടത്തോടെ കരയുന്നുണ്ട്. അന്നേരം മഹിമ അമ്മാവനോട് പറയണേ, ചേച്ചി കുഴപ്പമൊന്നുമില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് നമ്മളെ സങ്കടപ്പെടുത്തണ്ടെന്ന് കരുതി ചേച്ചി കള്ളം പറഞ്ഞതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ഇനി ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? അന്നേരം അമ്മാവൻ മഹിമേനെ സമാധാനിക്കണേ, അങ്ങനെയൊന്നുമില്ല മോളെ. ഗിരി അങ്ങനെ അത്ര മോശം പയ്യനൊന്നുമല്ല. അവന് പോലീസുകാരത്ര താല്പര്യമില്ലെന്നേ ഉള്ളൂ. അല്ലാതെ എല്ലാവരോടും അവൻ സ്നേഹത്തോടെ നല്ല രീതിയിലാണ് പെരുമാറുന്നത്. അതുകൊണ്ട് മോൾ വിഷമിക്കാതിരിക്കേ. പിന്നീട് കാണിക്കുന്നത് ഗോപാൽജിയുടെ വീട്ടിലെത്തുന്ന ഗിരിയാണ്. അങ്ങനെ ഗോപിക ഗിരിയെ കാണുമ്പോൾ, ഗിരിയോ വാ ഇരിക്കേ എന്ന് പറയുക. അപ്പോൾ ഗിരി പറയണേ, ഗോപിക മാഡം ഇവിടെ എത്തിയത് ഗോപാൽജി പറഞ്ഞിരുന്നു. ഇന്നത്തെ മീറ്റിങ്ങിന് മാഡത്തിനെ കൂട്ടി ചെല്ലാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതിന് നീ വരണ്ടായിരുന്നല്ലോ ഗിരി. ഞാനങ്ങ് വന്നാനെ. സാരമില്ല മാഡം ആദ്യമായിട്ടല്ലേ, അതുകൊണ്ടാണ് ഞാൻ തന്നെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോകാമെന്ന് വിചാരിച്ചത്. ഈ സമയം ഗോപിക പറയണേ, ഗോപാലേട്ടൻ കാരണമല്ലേ നിനക്ക് ഇഷ്ടമല്ലാത്ത മഞ്ജുവിനെ കല്യാണം കഴിക്കേണ്ടി വന്നത്. നീ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. ഇതിനൊക്കെ എങ്ങനെ ഞങ്ങൾ തിരിച്ച് നന്ദിയായിട്ട് വീട്ടുക? അന്നേരം ഗിരി പറയണേ, അയ്യോ നന്ദിയും കിടപ്പാടുമൊക്കെ എനിക്ക് നിങ്ങളോടാണ് ഉള്ളത്.
അച്ഛൻ മരിച്ച സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്ന അവസ്ഥയിൽ കൈപിടിച്ച് നിർത്തിയത് ഗോപാൽജിയല്ലേ? അപ്പോൾ ആ ഗോപാൽജിയുടെ വാക്ക് എനിക്ക് തള്ളിക്കളയാനാവില്ല. അതാ അന്ന് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. ഈ സമയം ഇത് കേട്ടുവരുന്ന ശാലിനി ചോദിക്കണേ, അച്ഛൻ്റെ വാക്ക് എന്ത് തള്ളിക്കളയാൻ പറ്റില്ലെന്നാണ് നീ പറഞ്ഞത്? സഞ്ജയ് വിവാഹത്തിന് താല്പര്യമുള്ളെന്ന് പറഞ്ഞ് എങ്ങോട്ടേക്കോ പോയി. അപ്പോൾ അവളുടെ കല്യാണം മുടങ്ങിയതിൻ്റെ പേരിൽ നീ എന്തിനാ അവളെ സ്വീകരിക്കാൻ പോയത്? ഇഷ്ടമില്ലാഞ്ഞിട്ടും നീ എന്തിനാ അവളുടെ കഴിച്ച് താലി കിട്ടിയത്? എന്നിട്ട് ഇപ്പം കുറ്റം മുഴുവനും എൻ്റെ അച്ഛൻ്റെ പേരിലായോ? എനിക്ക് നിന്നെ എത്ര ഇഷ്ടമാണെന്ന് നിനക്കറിയാവുന്നതല്ലേ? എന്നിട്ട് നീ എന്തിനാ അങ്ങനെ ചെയ്തത്? നിനക്ക് മഞ്ജുവിനെ ശരിക്കും ഇഷ്ടമായിരുന്നോ? ഞാൻ നിന്നോട് പലതവണ ചോദിച്ചിട്ടുള്ളതല്ലേ മഞ്ജുവിനെ ഇഷ്ടമാണോ എന്ന്. നീ അപ്പോഴൊക്കെ അല്ല എന്നല്ലേ പറഞ്ഞത്? അന്നേരം ഗിരി പറയണേ, നാട്ടുകാർ പറയുന്നത് പോലെ ഞാനും മഞ്ജുവും ഇഷ്ടത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ കല്യാണം കഴിച്ചത്. നീയും അങ്ങനെ തന്നെ വിശ്വസിച്ചാൽ മതി. പിന്നെ എൻ്റെ മനസ്സിൽ ഒരിക്കലും നീ ഉണ്ടായിട്ടില്ല. നീ വെറുതെ ആവശ്യമില്ലാത്ത മോഹങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കണ്ട. ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലാക്കാണല്ലോ എൻ്റെ മനസ്സിൽ നീ ഇല്ലെന്ന്. അതുകൊണ്ട് നീ പഴയതൊക്കെ മറന്നു പുതിയൊരു ജീവിതത്തിന് തയ്യാറാകും. അങ്ങനെ ഗിരിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ദേഷ്യത്തിൽ ശാലിനി അകത്തേക്ക് പോകുക. അന്നേരം ഗോപിക പറയണേ, ഗിരി നീ അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. അവൾക്കത് സങ്കടമായി. അന്നേരം ഗിരി പറയണേ, സാരമില്ല ഗോപിക മാഡം, അവൾക്ക് എന്നോട് വെറുപ്പ് തോന്നണം, എന്നാൽ അവൾ പുതിയൊരു ജീവിതത്തിന് തയ്യാറാകൂ. വാ നമുക്കെന്നാൽ പോകാം. അങ്ങനെ പറഞ്ഞ് ഗിരി പുറത്തേക്ക് ഇറങ്ങുവാണ്. പിന്നീട് കാണിക്കുന്നത് രാത്രി ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിടുന്ന മഞ്ജുവിനെയാണ്. ഈ സമയം കള്ളൊക്കെ കുടിച്ച് ഗിരി അവിടെ എത്തുവാണ്. ഗിരി മഞ്ജുവിനോട് ചോദിക്കണേ, അല്ല നീ ഭക്ഷണം കഴിച്ചോ? ആ ഞാൻ കഴിച്ചു. ആ അത് നന്നായി. ഇനി ഞങ്ങൾ പട്ടിണിക്കിട്ട് കൊന്നു എന്ന് പറയില്ലല്ലോ. ഈ സമയം മഞ്ജു ഷീറ്റൊക്കെ എടുത്ത് താഴെ കിടക്കാൻ തുടങ്ങുമായിരിക്കും. അതുകൊണ്ട് ഗിരി ചോദിക്കണേ, അല്ല ഇത് എന്ത് ചെയ്യാൻ പോകുക? താഴെ കിടക്കാൻ എന്ന് മഞ്ജു പറയുവാണ്. ആ സമയം ഗിരി പറയണേ, അത് വേണ്ട, നീ കട്ടിലിൽ കിടന്നാൽ മതി. അന്നേരം മഞ്ജു ചോദിക്കുക, അല്ല അപ്പോൾ ഗിരിയേട്ടൻ താഴെ കിടക്കുക? അയ്യടാ മനമേ, ഞാനേ കാശ് മുടക്കി കട്ടിൽ വാങ്ങിച്ചിട്ടേക്കണത് താഴെ കിടക്കാനല്ല. ഈ കട്ടിൽ അത്യാവശ്യം വലുതാണ്. ഞാൻ ദേ ഈ ഭാഗത്ത് കിടക്കും, നീ അരികു ഭാഗത്ത് കിടന്നോ. ഇനി ഞാൻ നിന്നെ താഴെ കിടത്തിയെന്ന് പറഞ്ഞ് ആൾക്കാരെ കൊണ്ട് പരാതി പറയിക്കാൻ നിൽക്കണ്ട. അല്ല നീ തല എങ്ങോട്ടേക്കാണ് വെക്കുന്നത്? അപ്പോൾ മഞ്ജു ഈ സൈഡിലേക്കാന്ന് പറഞ്ഞ് കാണിക്കുക. അന്നേരം ഗിരി പറയണേ, ആ എന്നാൽ ഞാൻ ഓപ്പോസിറ്റിലേക്ക് കിടക്കാം, അല്ലെങ്കിൽ എന്നും രാവിലെ എണീക്കുമ്പോൾ നിൻ്റെ ഈ തിരുമോന്ത കണ്ട് എണീക്കേണ്ടി വരും. അങ്ങനെ പറഞ്ഞ് ഗിരി തലോണ എടുത്ത് അവിടെ വെച്ച് കിടക്കുവാണ്. ഈ സമയം മഞ്ജുവും ആ സൈഡിലായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടാളും ഉറങ്ങുവാണ്. പെട്ടെന്ന് ഇടയ്ക്ക് വെച്ച് ഗിരി ഇങ്ങനെ എണീക്കുമ്പോൾ മഞ്ജുവിൻ്റെ കാലാണ്ടോ കാണുന്നത്. അങ്ങനെ ആ കാലിലെ പാദസരം നോക്കി ഗിരി ഇങ്ങനെ അത് കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുമായിരിക്കും. അന്നേരം ഗിരി പറയുക, ആ സൈഡിൽ തന്നെ കിടന്നാൽ മതിയായിരുന്നു, അപ്പോൾ മുഖം നോക്കി കിടക്കായിരുന്നു. ആ സാരമില്ല, കാലും കൊള്ളാം. അങ്ങനെ വീണ്ടും ഇടം കണ്ണക്കിയിട്ട് നോക്കുവാണ്. എന്നിട്ട് ഗിരി പെട്ടെന്ന് തന്നെ തിരിഞ്ഞു കിടക്കുക. വേണ്ട പാപം, പോലീസുകാരെ പ്രേമിക്കാൻ പാടില്ല, ഗിരി കൺട്രോൾ പോകാൻ പാടില്ല. അങ്ങനെ പറഞ്ഞ് ഗിരി ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു കിടക്കുവാണ്. പിന്നീട് അടുത്ത ദിവസം രാവിലെ അടുക്കളയിൽ പാചകം ചെയ്യുന്ന ഭാനുമതിനെയും സ്വപ്നനെയാണ് കേട്ടോ കാണിക്കുന്നത്. അന്നേരം സ്വപ്ന പറയണേ, ഗിരിയേട്ടനും മഞ്ജുവും തമ്മിൽ നല്ല പൊരിഞ്ഞ വഴക്കാണ്. അത് നീ എങ്ങനെ അറിഞ്ഞു എന്ന് ഭാനുമതി ചോദിക്കുമ്പോൾ സ്വപ്ന പറയണേ, അത് പിന്നെ അവരുടെ ഡോറിനധികം കട്ടിയില്ലല്ലോ, ഞാനപ്പോൾ അവിടെ ചെവി വെച്ച് കേട്ടതാ. അതേക്കുമ്പോൾ ഭാനുമതി പറയണേ, സ്വന്തം ചേട്ടൻ്റെ റൂമിൽ ഒളിഞ്ഞു നോക്കിയോ? ഇത് വല്ലാത്ത മോശശീലം തന്നെയാണ് സ്വപ്ന. എന്നിട്ട് ഭാനു ചോദിക്കണേ, അല്ല അവർ എന്തൊക്കെയാ പറഞ്ഞത്? അന്നേരം സ്വപ്ന പറയണേ, അത് ശരി, മറ്റുള്ളവർ സംസാരിക്കുന്നത് ഒളിഞ്ഞു കേൾക്കുന്നത് മോശമാണെന്ന് അമ്മ തന്നെയല്ലേ ഇപ്പോൾ പറഞ്ഞത്. അന്നേരം ഭാനു പറഞ്ഞേ, അതൊക്കെ ശരിയാ, എന്നാലും നീ പറയുന്നേ. അന്നേരം സ്വപ്ന പറയണേ, അത് പിന്നെ ഇവിടെ നിന്ന് ഇന്നലെ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ വീട്ടിൽ അമ്മയുടെ വാക്കുകൾക്കാണ് മുൻഗണനയെന്നും അമ്മ പറയുന്നത് കേട്ട് അനുസരിച്ച് നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇവിടെ നിന്നാൽ മതി എന്നുള്ള രീതിയിലൊക്കെ കുറേ സംസാരിച്ചു. അല്ല അവൾ ഇതുവരെ എണീറ്റില്ലല്ലോ, താഴത്തേക്കൊന്നും കണ്ടില്ലല്ലോ. അന്നേരം ഭാനുമതി പറയണേ, അടുക്കളയിലേക്കൊന്നും കയറണ്ടെന്ന് പറഞ്ഞില്ലേ, വേറെ പണിയൊന്നുമില്ലല്ലോ, അത് കാരണം അവിടെ എവിടെയെങ്കിലും ചുരുണ്ടുകൂടി കിടക്കുമായിരിക്കും. ഈ സമയം മഞ്ജു പോലീസ് വേഷത്തിൽ താഴത്തേക്ക് ഇറങ്ങി വരുവാണ്. ഇത് കാണുന്ന സ്വപ്നയും ഭാനുമതിയും അന്തം വിട്ട് നിൽക്കുന്ന സീൻ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് തീരുവാണ്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്